ഞാൻ എവിടെ പുറത്തു പോയാലും 91 സങ്കീർത്തനം ചൊല്ലിയിട്ടേ ഞാൻ പുറത്തു പോകുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ 91 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ച് ബൈബിള് തുറന്നു. അപ്പം എനിക്ക് കിട്ടിയ വചനം ഡ്യൂട്രോണമി എന്നുള്ളത്, നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സംരക്ഷണത്തിനായി നിനക്ക് മുന്നേ പുറപ്പെട്ടിരിക്കുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് എന്തോ അത്ഭുതം നടക്കും എന്നുള്ളത് വിശ്വസിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. എൻ്റെ പേര് ബീന മമ്പിള്ളി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കനകമല എന്ന പ്രദേശത്തു നിന്ന് വരുന്നു. ഞങ്ങളിപ്പോൾ സ്ഥിരതാമസമാക്കിയേക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാതാവ്, കൃപാസന മാതാവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. അത് ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. അതിൻ്റെ കാരണം എൻ്റെ മകൾക്ക് വിട്ടുമാറാത്ത തലവേദനയായിരുന്നു. 5 വർഷമായിട്ട് അവൾക്ക് വിട്ടുമാറാത്ത തലവേദനയുണ്ട്. ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടും മാറണുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഒരു ദിവസം അഡ്മിറ്റായി, ഇച്ചിരി കോംപ്ലിക്കേറ്റഡായി. അപ്പം ഞാൻ എൻ്റെ അനിയത്തിയോട് വിളിച്ചു പറഞ്ഞു, നീ എൻ്റെ അച്ചുവിന് വേണ്ടിയിട്ട് ഒരു ഉടമ്പടി എടുക്കണം എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഓസ്ട്രേലിയയിലാണ്, എനിക്ക് അതുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ വന്ന് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ ഓസ്ട്രേലിയയിലിരുന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് ഞാൻ ഉടമ്പടിയിലായിരുന്നു മകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അത് അങ്ങനെ ഉടമ്പടിയിൽ ഞാനായിരിക്കുന്ന സമയത്ത് എനിക്ക് തൈറോയിഡിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു CT സ്കാൻ നെക്കിൻ്റെ ചെയ്യണമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം ഇറക്കാനും ഭക്ഷണം ഇറക്കാനും സോളിഡായിട്ടുള്ള സാധനങ്ങൾ ഇറക്കാനുമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു നെക്കിൻ്റെ. അതിൻ്റെ കാരണം എന്താണെന്നും, കാരണം ഡോക്ടർ വിചാരിച്ചത് ഇത് ചിലപ്പോൾ നമ്മുടെ ഈസോഫാഗസിനെ ഈ തൈറോയിഡ് ഗ്ലാൻഡ് കംപ്രസ് ചെയ്യണുണ്ടായിരിക്കും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാൻ ചെയ്തു. ജനുവരി അവസാനം CT സ്കാൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ട് നാളെ ഒന്ന് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ വരണം, ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും എൻ്റെ അനിയത്തിയുടെ മകനും കൂടെ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ്. ഞാനൊരു നേഴ്സായിട്ടാണ് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യണത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ ടെസ്റ്റിനെല്ലാത്തിനും പോണത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഡോക്ടർ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ ഞാൻ കണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആളുടെ മുഖം വല്ലാതെ ഇരിക്കുവാണ്. അപ്പോൾ ഡോക്ടർ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സങ്കടത്തോടു കൂടെയാണ് എന്നോട് പറയുവാണ്, ബീന, നിൻ്റെ തൈറോയിഡിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. തൈറോയിഡ് മൾട്ടി നോഡുലാർ ഗോയിറ്ററാണ്, പക്ഷേ അത് പ്രശ്നമില്ലാത്തതാണ്, അതേക്കുറിച്ച് പേടിക്കുകയൊന്നും വേണ്ട. പക്ഷേ നിൻ്റെ ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോളലിൻ്റെ താഴെ ഒരു 26 മില്ലിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ലിംഫ് നോഡ് എൻലാർജ് ചെയ്തിട്ടുണ്ട്. സാധാരണ ലിംഫ് നോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, ഒരു 1 മില്ലിമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയുള്ള ഒരു ലിംഫ് നോഡ് എൻലാർജ് ചെയ്തിട്ടുണ്ട്. അപ്പം നിനക്ക് കുറേ ടെസ്റ്റുകളുടെ ആവശ്യമുണ്ട്. നീ ജോലി ചെയ്യണ ഞാൻ 2 ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 സ്ഥലത്തും പോയിട്ട് 6 മാസത്തേക്ക് ലീവ് അപ്ലൈ ചെയ്യണം. കാറ്റഗറി A ആയിട്ട് നിന്നെ കൺസിഡർ ചെയ്യുവാണ് എന്ന് പറഞ്ഞ്. ഓസ്ട്രേലിയയിൽ ഉള്ളൊരു പ്രത്യേകത, നമ്മുടെ രോഗത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് കാറ്റഗറി A, B, C എന്ന് അവർ കാറ്റഗറൈസ് ചെയ്യും നമ്മളെ. അപ്പോൾ കാറ്റഗറി A ആയിട്ട് എന്നെ കൺസിഡർ ചെയ്തെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഇച്ചിരി സീരിയസ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ലിംഫ് നോഡിൽ നിന്നൊരു ബയോപ്സി എടുത്താൽ പോരെ, എല്ലാം ചെയ്യണോ, ടെസ്റ്റുകളെല്ലാം വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് പോരാ, ഇതിൻ്റെ തുടക്കം എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. കാര്യം ഞാൻ നേഴ്സായിട്ട് പോലും എനിക്കൊരു ഓർമ്മ വന്നില്ല. ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ ലിംഫ് നോഡ് യൂഷ്വലി വരുന്നത് മെറ്റാസ്റ്റേസിസ് ആയിട്ടാണ്, എന്ന് വെച്ചാൽ ക്യാൻസർ പടർന്നു വരുന്ന ഒരു സമയത്താണ് അത് വരുന്നത്. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, നിൻ്റെ വെയിറ്റ് കുറയണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 8 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് എല്ലാ സിംറ്റംസും ഉണ്ട്, വെള്ളം ഇറക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടും ഉണ്ട്, അതുപോലെ തന്നെ
ഇത് ഈ ലിംഫ് നോഡ് 26 മില്ലിമീറ്റർ എൻലാർജ് ചെയ്യുകയും ചെയ്തേക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് ക്യാൻസർ ആണെന്നുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. തൈറോയിഡ് എൻലാർജ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോൻ എന്നോട് ചോദിച്ചു, എൻ്റെ ആൻറ്റി പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവനോടൊന്നും പറഞ്ഞില്ല, കാരണം എനിക്ക് ആരെ അറിയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന വഴിക്ക് തന്നെ ഈ അനിയത്തിയുടെ മോൻ വിളിച്ച് അവൻ്റെ മമ്മിയോടും എൻ്റെ മകളോടും വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആൻറ്റി കരഞ്ഞുകൊണ്ടാണ് ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയും വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ കൂടെ ജോലി ചെയ്യണതാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആളും ഇതറിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ടും എൻ്റെ വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുറച്ച് നേരം ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ അതിനു മുന്നേ തന്നെ ഞാൻ ജോലി ചെയ്യണ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ 6 മാസത്തെ ലീവ് 2 സ്ഥലത്തെയും നഴ്സ് മാനേജറോട് ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് 6 മാസത്തേക്ക് ലീവ് വേണം, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്, എനിക്കിതാണ് പ്രോബ്ലം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ സ്കാനിൽ എഴുതിയിട്ടുണ്ട്, ഇവർക്ക് ആദ്യത്തെ സ്കാനിൽ ഇത് കണ്ടെങ്കിലും ഇവർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്കാനും കൂടി എനിക്കിവർ ചെയ്ത്. ആ സ്കാനിലും എഴുതിയിട്ടുണ്ട് ഇത് 26 മില്ലിമീറ്റർ നോൺ ഫ്ലക്ച്വൻറ്റ് തിക്ക് സോളിഡ് മാസ് വിത്ത് നോ ഫ്ലൂയിഡ് ഇൻ ഇറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ആണ് ഈ ഇത് CTയിലും അൾട്രാസൗണ്ട് നെക്കിലും എഴുതിയിരുന്നത്. അപ്പോൾ വളരെ തിക്കായിട്ടുള്ള സോളിഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളത്. പക്ഷേ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് പോയി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് തന്നെ എൻ്റെ വീട്ടിലെ ഒരു മുറി പ്രാർത്ഥനാ മുറിയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പോയി വിവരമൊക്കെ പറഞ്ഞു, ഈശോയോടും വിവരമൊക്കെ പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടും വീട്ടിൽ വന്നു, അവരെല്ലാവരും സംസാരിച്ചിരുന്നു, പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും എനിക്കറിയാം ഇവരുടെ എല്ലാവരുടെയും മുഖത്തുള്ള ഭാവം കണ്ടപ്പോൾ എനിക്കറിയാം ഇത് പ്രശ്നമാണെന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയൊരു അനുഗ്രഹമാണ്, അമ്മയായിട്ടും ഈശോയുമായിട്ടും സംസാരിക്കാൻ എനിക്ക് പറ്റിയിരുന്നു. വചനത്തിലൂടെ എന്നോട് സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഞാൻ എല്ലാവരോടും പറയണ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് എൻ്റെ അനിയത്തി, അവൾ നഴ്സാണ്, എനിക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ക്യാൻസർ മാത്രം വരരുത്. കാരണം എനിക്കൊരു CT സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള കോൺട്രാസ്റ്റ് തരുമ്പോഴുള്ള ചൂട് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് പല പ്രാവശ്യം ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ട് CT സ്കാൻ ചെയ്ത് കോൺട്രാസ്റ്റ് ഇഷ്ടം പോലെ എടുത്തേക്കണ ആളാണ്. അപ്പോൾ എനിക്കറിയാം കോൺട്രാസ്റ്റിൻ്റെ ചൂട് എത്ര ഇതാണെന്നുള്ളതും. ചിലർക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എനിക്കത് പറ്റൂലായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടന്ന്. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ നീ പറയുന്നുണ്ടല്ലോ, മകൻ അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുകയും മീൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുകയും പാടില്ല എന്നുള്ളത് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകും. ആ വേർഡ് ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നീ തന്നില്ലല്ലോ ഈശോയെ എന്ന് ഞാൻ പരാതി പറഞ്ഞു ഈശോയോട്. അത് കഴിഞ്ഞ് എനിക്കപ്പോൾ 2 ദിവസത്തേക്ക് 3-ാം ദിവസമാണ് എനിക്ക് ഈ സ്കാനിന് പെറ്റ് സ്കാനിന് ഡേറ്റ് കിട്ടിയേക്കണത്. അപ്പോൾ CT സ്കാനിന് ഡേറ്റ് കിട്ടിയേക്കണത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ദിവസം ഞാൻ ദൈവവുമായിട്ട് വളരെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഈശോയെ എനിക്കറിയാം എനിക്കിപ്പോൾ കീമോയും റേഡിയേഷനും കിട്ടിയാലും നീ സഹിച്ച കുരിശിൻ്റെ അത്രം വരില്ല. കാരണം നിൻ്റെ ഓരോ കുരിശിൻ്റെ ഓരോ സമയത്തും നീ അനുഭവിച്ച വേദന, നിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചപ്പോഴും നിന്നെ ചാട്ടവാറിനടിച്ചപ്പോഴും നിനക്കുണ്ടായ വേദന എനിക്കുണ്ടാവില്ല. ഏത് റേഡിയേഷൻ ചെയ്താലും കീമോ ചെയ്താലും എനിക്കുണ്ടാവില്ല. പക്ഷെ നിനക്ക് കുരിശ് താങ്ങാനായിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് കുരിശ് താങ്ങാനായിട്ട് എൻ്റെ അമ്മയെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് വളരെ ആശ്വാസം ഉണ്ടായിരുന്നു, ടെൻഷൻ മാറിക്കിട്ടി എൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 91-ാം സങ്കീർത്തനത്തിലൊരു വചനമുണ്ട്, നിൻ്റെ വലതുവശത്ത് 1000-ങ്ങളും നിൻ്റെ ഇടതുവശത്ത് 1000-ങ്ങളും നിൻ്റെ വലതുവശത്ത് 10,000-ങ്ങളും മരിച്ചു വീണേക്കാം, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല എന്നുള്ളത്. ഞാൻ ആ വചനം അങ്ങ് പേഴ്സണലൈസ് ചെയ്തു. ഞാൻ പറയാൻ തുടങ്ങി,
എൻ്റെ ഇടതുവശത്തുള്ള 1000-ങ്ങൾക്കും എൻ്റെ വലതുവശത്തുള്ള 10,000-ങ്ങൾക്കും ഈ ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ ലിംഫിനോട് മെറ്റാസ്റ്റേസിസ് ആയേക്കാം. എന്നാൽ എൻ്റെ സുപ്രാക്ലാവിക്കുലാർ ലിംഫിനോഡിന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ജോലിക്കും പോകുന്നുണ്ട്. കാരണം എനിക്ക് വല്ലാത്തൊരു ശക്തിയാണ് എനിക്ക് ഈ ഉടമ്പടി ഉള്ളത് കാരണം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അതേ സെയിം സമയം മാനുഷികമായൊരു പേടി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുമായിരുന്നു. കാരണം ഞാനൊരു നേഴ്സാണ്, പ്രത്യേകിച്ച് ഞാൻ കാർഡിയോതൊറാക്സിക് സർജറി തിയേറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേഷ്യൻസ് വരുന്നതാണ് ഞങ്ങൾക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കറിയാം ആ ഒരു പേടിയും എനിക്ക് കടന്നു വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ അപ്പോൾ ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കും, എൻ്റെ വലതുവശത്ത് 1000-ങ്ങൾക്കും എൻ്റെ ഇടതുവശത്ത് 10,000-ങ്ങൾക്ക് ഈ ലിംഫിനോട് ക്യാൻസർ ആയേക്കാം, പക്ഷേ എനിക്കതാവില്ല എന്ന് ഞാൻ എന്നുള്ള നിൻ്റെ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇതാണെന്ന് കണ്ട ഉടനെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് എൻ്റെ വീട്ടിൽ കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇതറിഞ്ഞ അന്ന് പിറ്റേ ദിവസം വെളുപ്പിന് എൻ്റെ ഹസ്ബൻഡ് 5 മണിക്ക് എഴുന്നേറ്റ് കൊന്ത ചെല്ലാനായിട്ട് പോയി. ഞാനും കൂടെ ഇരുന്ന്, ആളെൻ്റെ കൂടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു റുട്ടീനായിട്ട് മാറി ഈ പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ ഈ സുപ്രാക്ലാവിക്കുലാർ റീജിയനിൽ ഞാൻ പുരട്ടുമായിരുന്നു. അങ്ങനെ 2 ആഴ്ചയും കൊണ്ട് എൻ്റെ ടെസ്റ്റുകളെല്ലാം പൂർത്തിയായി. ഫെബ്രുവരി 13-ന് ഇവർ, കാരണം ഈ CT സ്കാൻ, പെറ്റ് സ്കാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഇവർക്കൊന്നും കാണാനായിട്ട് പറ്റണില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ബയോപ്സി എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ബയോപ്സിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മ എനിക്ക് എല്ലാം മാറ്റി തരുമെന്നുള്ളത്. പിന്നെ അതിനിടയ്ക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ പലപ്പോഴും വിദേശത്താണ്, കൂടെ വരാൻ ആരുമില്ല, എല്ലാവർക്കും ജോലിയും ക്ലാസ്സും എല്ലാവരുമാണ്. അപ്പം ഞാൻ പോകണ സമയത്ത് എനിക്ക് പോകാനായിട്ട് പേടിയുണ്ട് ഒറ്റയ്ക്ക്. അപ്പം ഞാനിങ്ങനെ പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ നെയ്ബർ വിളിച്ചിട്ട് പറയും, ചേച്ചി ഞാൻ ഇന്ന് ഓഫാണ്, ഞാൻ ചേച്ചിയുടെ കൂടെ വരുവാണ്, ചേച്ചിക്ക് കൂട്ടായിട്ട് എന്ന് പറയും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് അമ്മ എൻ്റെ കൂടെ പറഞ്ഞയക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് എൻ്റെ ബയോപ്സിയുടെ ഡേറ്റ് ഫെബ്രുവരി 13 എത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാകാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് വീണ്ടും, എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്, വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 13-ന് കാലത്ത് ഞാൻ എഴുന്നേറ്റു. എൻ്റെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് പോണ സമയത്ത് ഞാൻ എവിടെ പുറത്തു പോയാലും 91-ാം സങ്കീർത്തനം ചൊല്ലിയിട്ട് ഞാൻ പുറത്തു പോകുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ 91-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ച് ബൈബിള് തുറന്നു. അപ്പം എനിക്ക് കിട്ടിയ വചനം ഡ്യൂട്രോണമി എന്നുള്ളത്, നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സംരക്ഷണത്തിനായി നിനക്ക് മുന്നേ പുറപ്പെട്ടിരിക്കുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് എന്തോ അത്ഭുതം നടക്കും എന്നുള്ളത് വിശ്വസിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ അന്ന് എൻ്റെ കൂടെ പോരാനായിട്ട് ആരുമില്ല, എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ പുറത്തിറങ്ങി കാർ എടുക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് ജോലിക്ക് പോകണില്ല, ഞാനും നിൻ്റെ കൂടെ വരുവാണെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഇതിനുള്ള ബയോപ്സിക്കുള്ള ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് ബയോപ്സിക്ക് വേണ്ടിയിട്ട് ഞാൻ കിടക്കുവാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിൻ്റെ മാസ് ഭയങ്കര കട്ടിയുള്ള മാസാണ്, കട്ടിയുള്ള തിക്കായിട്ടുള്ള ടിഷ്യൂ ആണ്. ഒരു പക്ഷേ ഞങ്ങൾക്ക് സിറിഞ്ചും നീഡിലും വെച്ചിട്ട് അത് ഇന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുവാണെങ്കിൽ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടിഷ്യൂ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെനിക്ക് അവിടെ നിന്ന് ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ അനസ്തേഷ്യ തന്നു. ലോക്കൽ അനസ്തേഷ്യ തന്നും കൊണ്ട് അവർ ടിഷ്യൂ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് പറ്റണില്ല, ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവർ എനിക്ക് വീണ്ടും അനസ്തേഷ്യ തന്നു, എല്ലാം മരവിക്കാനുള്ള ഇഞ്ചക്ഷൻ തന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ തന്ന് ഞാനത് തരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് പേടിയാവണം, അമ്മയുടെ മടിയിൽ എനിക്ക് തല വെച്ച് കിടക്കണം, എനിക്ക് പേടിയാവണം എന്ന് പറഞ്ഞു. എനിക്ക് ഇച്ചിരി പേടി കൂടുതലുള്ള കൂട്ടത്തിലാണ്.
അങ്ങനെ ഞാൻ ഈ 2 പ്രാവശ്യം മാതാവിനോട് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ് എനിക്ക് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്നിട്ടില്ല കേട്ടോ, വെറും മരവിപ്പിക്കാൻ മാത്രമേ ഇഞ്ചക്ഷൻ തന്നിട്ടുള്ളൂ. ഞാൻ അവിടെ കിടന്ന് ആ ടേബിളിൽ കിടന്ന് ഞാൻ ഉറങ്ങുവാണ്. എൻ്റെ ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ഡോക്ടറാണ്. ഡോക്ടർ വിളിച്ച് എഴുന്നേൽപ്പിച്ചും കൊണ്ട് എന്നോട് പറഞ്ഞു, ഇനി അവിടെ ഒന്നുമില്ല കേട്ടോ, എല്ലാം പോയി എന്ന് പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ കണ്ണു തുറിച്ച് ഡോക്ടറെ നോക്കുവാണ്, ഇതെന്താ ഇങ്ങനെ പറയണേന്ന്. അപ്പം എന്നോട് പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, ഞങ്ങളത് കുത്തി സിറിഞ്ച് നീഡിലും വെച്ച് ബയോപ്സി എടുക്കാനായിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയേക്കണത് വെറും വെള്ളമാണെന്ന് പറഞ്ഞും കൊണ്ട് എന്നെ സിറിഞ്ച് പൊക്കി ആൾ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി അവിടെ ഒന്നുമില്ല, അവിടെ ഉള്ളതെല്ലാം ഞങ്ങളിങ്ങോട്ട് എടുത്തു. പിന്നെ നിൻ്റെ തൈറോയിഡും ഇപ്പം കാണുന്നില്ല. കാരണം എനിക്ക് മൾട്ടി നോഡുലാർ ഗോയിറ്ററുള്ള ആളായിരുന്നു. എൻ്റെ കഴുത്തിൽ ശരിക്കും അറിയായിരുന്നു അത്. തൈറോയിഡും ഇല്ല എന്നുള്ളത് എന്നോട് ഡോക്ടർ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ എൻ്റെ കയ്യിലൊരു പേപ്പറിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഞാൻ എൻ്റെ ഡോക്ടർക്ക്, അപ്പം ഞാനത് കൊണ്ടുപോയത് എന്തും പറഞ്ഞുകൊണ്ടാണെന്നറിയാവോ, എൻ്റെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ബയോപ്സി എടുത്ത് കഴിയുമ്പോൾ ബയോപ്സി എടുക്കാനായിട്ട് ആ മുഴ അവിടെ ഉണ്ടാവില്ല. ഇത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന ഞാൻ ഡോക്ടർക്ക് കൊടുക്കുമെന്നും പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് മടക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷുകാരൻ ഡോക്ടറായിരുന്നു. എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി അവിടെ മുഴയില്ല എന്ന്, തൈറോയിഡും കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ പേപ്പർ മടക്കിയത് അങ്ങനെ തന്നെ ഡോക്ടറുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ ഇത് വായിക്കണം, നിനക്കിത് നിൻ്റെ ലൈഫിൽ വെർത്താകും, നീ ഇത് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പേപ്പർ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ അമ്മയോടും എൻ്റെ ഈശോയോടും എനിക്ക് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. അതേ സമയത്ത് തന്നെ ഞാൻ ഈ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നും എനിക്കൊരു പ്രത്യേക അനുഭവം മാതാവിൽ നിന്നുണ്ടാവുമായിരുന്നു.